നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒത്തിരി നെഗറ്റീവായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്ന നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന ചില ശീലങ്ങളുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പല മേഖലകളിലും വളരണമെന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് കഴിയാതെ പോകുന്നത്. അങ്ങനെ നമ്മൾ ലൈഫിൽ മാറ്റേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമതായിട്ട് ലേറ്റ് നൈറ്റ് സ്ലീപ്പ്. അതായത് നമ്മുടെ ഉറക്കത്തെ തള്ളി മാറ്റി മാറ്റി വെക്കുന്നത്. നമ്മൾ പിന്നെ ഉറങ്ങാം എന്ന് പറഞ്ഞ് ഫോണിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീരീസ് കണ്ട് ലേറ്റ് നൈറ്റ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം തന്നെ അല്ലെങ്കിൽ ബാലൻസ് തന്നെ കീപ്പ് ചെയ്യുന്നത് നല്ല ഉറക്കമാണെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റും. പക്ഷേ ഡേ ആഫ്റ്റർ ഡേ നമ്മൾ ഉറക്കമിളച്ചിരിക്കുമ്പോൾ, നമ്മൾ താമസിച്ചുറങ്ങാൻ കിടന്ന് താമസിച്ചെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബോഡി വീക്കാവാൻ തുടങ്ങും, നമ്മുടെ എനർജി വീക്കാവാൻ തുടങ്ങും, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സിംഗ് പവർ സ്ലോ ഡൗൺ ചെയ്യും. പലപ്പോഴും നമ്മളെ കൂടുതൽ ലേസിനെസ്സിലേക്ക് തള്ളിവിടാനും ഈ ഒരു ഹാബിറ്റ് ഒരു വലിയ കാരണമായേക്കാം. രണ്ടാമത്തെ കാര്യമാണ് വേക്കിംഗ് അപ്പ് ടു മൊബൈൽ. അതായത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചാടി മൊബൈലിൽ കയറുന്നത്. നമുക്കൊരു ദിവസം തുടങ്ങാനുള്ള ഏറ്റവും ലേസിയസ്റ്റ് ആയിട്ടുള്ള വഴികളിലൊന്നാണ് ചാടി മൊബൈലിൽ കയറി എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചാറ്റ് വായിച്ച് എല്ലാ ആപ്പുകളിലൂടെയും ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പോവുക എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും ആ ദിവസത്തെ നമ്മുടെ ടോൺ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂഡ് സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ വിൽ പവർ സെറ്റ് ചെയ്യുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ വിൽ പവർ ആവശ്യമുള്ള സമയമാണ്. കാരണം ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ആദ്യത്തെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് ആ സമയത്താണ്. ആ സമയം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത് ബാക്കിയുള്ള സമയം മുഴുവൻ ആ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിലൂടെ ബാക്കി 24 hours നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് നമ്മൾ കാണും. ബാക്കിയുള്ള സമയം മുഴുവൻ, ബാക്കിയുള്ള ഡേ മുഴുവൻ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പരിശ്രമിക്കാൻ പറ്റുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് മൊബൈൽ ഫോണിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഡിസ്ട്രാക്റ്റഡ് ലിസണിങ് ആൻഡ് റീഡിങ്. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവാതെ പലപ്പോഴും റീഡ് ചെയ്യുകയും അല്ലെങ്കിൽ പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഫോക്കസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ശ്രദ്ധിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കുന്നു, എത്രമാത്രം ആഴത്തിലൊരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒന്നിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്നില്ല എന്നുള്ളത്. ചിലപ്പോൾ നല്ല കാര്യങ്ങളാണെങ്കിൽ കൂടിയും പലത് ഒരുമിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഡീപ്പായിട്ട് പോകാതെ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ചാടി പോകുമ്പോൾ അത് വലിയൊരു ഡിസ്ട്രാക്ഷനായിട്ട് മാറും. നമ്മുടെ ലൈഫിലേക്ക് അതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ കഷ്ടപ്പാടുകളും പരിശ്രമങ്ങളും എല്ലാം മാറാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് പ്ലാനിങ് ആൻഡ് സ്കിപ്പിംഗ്. ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും, ടു ഡു ലിസ്റ്റിൽ എഴുതും, പക്ഷേ അത് നമ്മൾ ചെയ്യില്ല. ഇത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാനുള്ളൊരു കഴിവില്ല, നമുക്ക് ചെയ്യാനുള്ളൊരു വിൽ പവർ ഇല്ല എന്ന് നമ്മുടെ സബ് കോൺഷ്യസിൽ എവിടെയോ ഈ ശീലം നമ്മുടെ മനസ്സിൽ കുറിച്ചിടാനായിട്ട് തുടങ്ങും. നമ്മൾ വെറുതെ ചെയ്യാതിരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഹാംഫുൾ ആയേക്കാം നമ്മൾ എഴുതി തീരുമാനമെടുത്തിട്ട് അത് സ്കിപ്പ് ചെയ്യുന്നത്. പലപ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആവാം, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഡിസിപ്ലിനിൽ കുറവ് വരുന്നത് കൊണ്ടാണ്. നമ്മൾ സീരിയസ്നെസ് കാണിക്കാതെ പിന്നെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത് കൊണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൂട്ടുന്നത് കൊണ്ടാവാം. ഈ കാര്യം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വിൽ പവർ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും, നമുക്ക് അതിനുള്ളൊരു മൂഡില്ലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് കാര്യമാണ് കംപ്ലൈനിങ് ആൻഡ് ജഡ്ജിങ് അതേഴ്സ്. നമ്മുടെ എല്ലാ മനസ്സിൽ ഈ ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ കാണുന്നതിനെ ജഡ്ജ് ചെയ്യാൻ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ജഡ്ജ് ചെയ്യാൻ. അവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, അവരെന്താ ഇങ്ങനെ ചെയ്തേ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് മുകളിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാൻ, നമ്മളെ തന്നെ ടോപ്പിൽ നിർത്താനായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനുള്ള നമ്മുടെ എബിലിറ്റീനെ ഇത് ബാധിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസിനെ കൂടി ഇത് ബാധിക്കും. കാരണം നമ്മുടെ എനർജിയും നമ്മുടെ ചിന്തകളുമെല്ലാം ഒരു തുള വീണ പാത്രം പോലെയാകും, പതുക്കെ ചോർന്നു പോകാനായിട്ട് തുടങ്ങും. ഇത് നമ്മുടെ ലൈഫിലേക്ക് ഒരു രീതിയിലും നമ്മുടെ ഗ്രോത്തിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഡിസ്കറേജ് ചെയ്യാനും കാരണമാകും. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചു പോകും, മറ്റേയാൾ എന്ത് ചിന്തിക്കും, അവർ എന്ത് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്കും കയറി വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇന്ന് തന്നെ നമുക്ക് മാറ്റാനായിട്ട് പരിശ്രമിക്കാം. 1 ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, 2 വേക്കിംഗ് അപ്പ് ടു മൊബൈൽ, 3 ഡിസ്ട്രാക്ഷൻസ്, 4 പ്ലാനിങ് ആൻഡ് സ്കിപ്പിംഗ്, 5 കംപ്ലൈനിങ് ആൻഡ് ജഡ്ജിങ് അതേഴ്സ്. ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ തകർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ തുടങ്ങി അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും. ഇൻസ്പയറിംഗ് ഫ്രീ.